PV അൻവറിന്റെ ആരോപണങ്ങളിൽ ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും സംരക്ഷണം. ഇരുവരും സ്ഥാനങ്ങളിൽ തുടരും. അന്വേഷണത്തിന് DGPയുടെ നേതൃത്വത്തിൽ സംഘത്തെ നിയോഗിച്ച സർക്കാർ. പത്തനംതിട്ട SP സുജിത് ദാസിന് സ്ഥലം മാറ്റം മാത്രം. ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. വിധി പറയുക എറണാകുളം ജില്ലാ സെഷൻസ് കോടതി. നടന്മാരായ സിദ്ദിഖ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷകളും കോടതികളിൽ. നടൻ മാമൂക്കോയ്ക്ക് എതിരായ ആരോപണത്തിൽ നിയമ നടപടിയെന്ന് മകൻ നിസാർ. ജൂനിയർ ആർട്ടിസ്റ്റിനെതിരെ മാനനഷ്ട കേസ് നൽകും. മരിച്ചിട്ട് 1.5 വർഷമായി. അപ്പൊ ഇതുവരെ പറയാതെ പുതിയൊരു സാധനം വന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കോഴിക്കോട് കമ്മീഷണർക്ക് പരാതി നൽകി. ഇപ്പം എൻ്റെ വലിയ അപവാദം പറയണേ, നടപടിയെടുക്കണം എന്നിട്ട്. പിതാവ് മരിച്ചതിന് ശേഷം ആരോപണം ഉന്നയിച്ചത് വേദനിപ്പിച്ചുവെന്നും നിസാർ കേരള വിഷൻ ന്യൂസിനുണ്ട്. ബലാത്സംഗ കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന ബില്ലുമായി മമതാ ബാനർജി മുന്നോട്ട്. കരട് ബില്ല് ഇന്ന് പശ്ചിമബംഗാൾ നിയമസഭയിൽ അവതരിപ്പിക്കും. ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ രാജ്ഭവന് മുന്നിൽ പ്രക്ഷോഭം തുടങ്ങാൻ മമത. സാമ്പത്തിക ക്രമക്കേടിൽ കൊൽക്കത്ത RGKR മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറസ്റ്റ്. ചേർത്തലയിൽ നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ അമ്മയും ആൺസുഹൃത്തിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന മൊഴി. പോസ്റ്റ്മോർട്ടം ഇന്ന്. പാരാലിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് 3ാം സ്വർണം. പുരുഷ ജാവലിൻ ത്രോയിൽ സുമിത് ആന്റലിന് സുവർണ നേട്ടം. ഇന്ത്യയുടെ മെഡൽ നേട്ടം 14ആയി. ഇതുവരെ നേടിയത് 3 സ്വർണവും 5 വെള്ളിയും 6 വെങ്കലവും.